മത്തായി 13 നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? മത്തായി 13:25 അതിൽ പ്രകാരം പറഞ്ഞു ചെയ്യുകയാണ്, ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്ന് കളഞ്ഞു. ഹല്ലേലൂയ. ഗോതമ്പിന് യഥാർത്ഥ ഫലം തരേണ്ട അവസ്ഥയിലേക്ക് ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ഹല്ലേലൂയ. ആരാണ് ശത്രു? എപ്പോഴാണത് വിതച്ചത്? ഉറക്കമായപ്പോഴും. ശ്രദ്ധിക്കണം, ഉറക്കമായപ്പോൾ. ശാരീരികമായിട്ടുള്ള ഉറക്കത്തിന് കൺട്രോൾ വേണം. ഒപ്പം തന്നെ ആത്മാവ് ഉറങ്ങാൻ പാടില്ല. അതായത് ആത്മീയ മനുഷ്യൻ അവന്റെ ആത്മാവ് ഉറങ്ങാൻ പാടില്ല. പോലീസിൽ പറയുന്നില്ലേ, എനിക്ക് ശരീരത്തിലും ആത്മാവിലും എല്ലാ സമയത്തും ദൈവത്തെ ആരാധിക്കാൻ പറ്റും, സ്തുതിക്കാൻ പറ്റും. ആത്മാവിൽ ഉറങ്ങുമ്പോഴാണ് പ്രശ്നം അല്ലേ? ആരാധിക്കുന്ന മക്കള് അല്ലെങ്കിൽ ദൈവഭക്തിയിൽ മുമ്പോട്ട് പോകുന്ന മക്കള് അവരുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ സംഭവിക്കും, കള വിതച്ചിട്ട് അവൻ കടന്നു പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കള വിതയ്ക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കാനോ തക്ക സമയത്ത് ആവശ്യമുള്ള വചനം അതാണ് എന്റെ സംഭവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഉണർന്നിരിക്കണം. ഉറങ്ങിയിരിക്കരുത്. ഉറങ്ങിയിരുന്നു കഴിഞ്ഞാൽ കർത്താവ് പറയും, എന്താ പറയുന്നത്? എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒന്നും പറയാനുണ്ട്. നിനക്കെതിരെ എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും പറയാനുണ്ടെന്നാ പറയാ. അങ്ങനെ വെച്ചിട്ടുണ്ടാകണ്ട. നിനക്കെതിരെ എനിക്കൊന്നും പറയാനുണ്ട്. എന്നപ്പോ അങ്ങനെ ജോസേ, നിനക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. എന്താ പറയാനുള്ളത്? നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. ഇവിടെ പിന്നെ 2 വെളിപാട് 2:4 വചനം. വെളിപാട് 2:4 എന്താ ഇവിടെ പറഞ്ഞേ? ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവടി. നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തു വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഹല്ലേലൂയ. എനിക്കറിയാം, ഇത് എഫെസോസിലെ സഭയ്ക്ക് ഇതാ യോഹന്നാന് ലഭിച്ച വെളിപാടനുസരിച്ച് യോഹന്നാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്നത്. ഏഷ്യാമേഖലത്തില് ആധുനിക തുർക്കി എന്ന് പറയുന്ന രാജ്യം. ഈ തുർക്കി എന്ന് പറയുന്ന അല്ലേ, നമ്മുടെ സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, അതിന്റെയൊക്കെ തുർക്കി, അവിടെയാണ് എഫെസോസ്. ഈ എഫെസോസിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടായിരുന്നോ? കേട്ടായിരുന്നോ? തുർക്കിയില് ആണ് നമ്മുടെ ആഗിയ സോഫിയ അല്ലേ? 6-ാം നൂറ്റാണ്ടില് നമ്മുടെ ഒരു കത്തീഡ്രൽ പള്ളിയായിരുന്നു. 6-ാം നൂറ്റാണ്ടായി. അതായത് ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേവരെ ഒരിടത്തും ചെയ്യാത്ത കലാപരമായിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളും ആരെയും ആകർഷിക്കുന്നത്. അത് ആരെയില്ല. അത് മുസ്ലിം മോസ്കായിട്ട് മാറി. സോഫിയ അതൊരു ഗ്രീക്ക് പേരാണ്. ആഗിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രീക്ക് പേര്. അത് നമ്മൾ ഗ്രീക്ക് അതിന്റെ
അർത്ഥം ദ ഹോളി വിസ്ഡം എന്നാണ്. ഗ്രീക്ക് വേർഡാണത്. ഹാഗിയ സോഫിയ, ദ ഹോളി വിസ്ഡം. എന്താണ് ഇതിന്റെ അർത്ഥം? വിശുദ്ധമായ വിജ്ഞാനം. ഈ ജ്ഞാനമാണ് അതിന്റെ മീനിങ്. കണ്ടോ, അവിടെയാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം കയറി തമ്പടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു. ഇന്നിപ്പോ അവിടെ എത്ര ശതമാനമുണ്ട്? 1% പോലും ക്രിസ്ത്യാനികളില്ല. അതായത് 100% ക്രിസ്ത്യാനികളായിരുന്നു തുർക്കിയില്. അതായത് ഓർത്തഡോക്സ് സഭ ഏതാണ്ട് 90% ഓർത്തഡോക്സ് ആയിരുന്നു. കൂടുതലുണ്ട്, വളരെ വിരലെണ്ണാവുന്ന മാത്രം. അപ്പോ അവരുടെ കയ്യില് ഹല്ലേലൂയ. അത് കഴിഞ്ഞ ദിവസം 2 ക്രിസ്ത്യൻ, അതായത് ഭാര്യ ഭർത്താവ് ക്രിസ്ത്യൻ അവര് വന്ന് മനോവേദനയോടുകൂടി അവിടെ നിന്ന് ബൈബിള് വായിച്ചു ഈ പള്ളിക്കിറങ്ങി. അപ്പൊ അവര് ജയിലിനകത്താണ്, ജയിലിലിട്ടിരിക്കുക. റഷ്യൻ ക്രിസ്ത്യൻ ദമ്പതികളാണ്. അവിടെ ഉള്ള സഭയ്ക്ക് എഴുതുകയാണ്. കാലത്ത് എഴുതുമ്പോ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മളോടാണ് ഈ വചനം പറയുക. എന്താണ് ആദ്യം? നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽക്കും, ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു, ആദ്യകാലം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എനിക്കൊന്നും നിന്നോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഈ കൈവഴികളിലേക്കില്ല. ഈ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ അല്ലേ? ധ്യാനം കൂടി ഉണ്ടായിരുന്ന അനുഭവം, എന്തോ ധ്യാനം കൂടി വന്നപ്പോ എന്തായിരുന്ന അനുഭവം? ആ ഒരാഴ്ച അല്ലേ? ഇപ്പൊ എന്താ അനുഭവം? ശരിയാണ്. ഇങ്ങോട്ട് എന്റെ മതിയോ തലതാഴ്ത്തിരിക്കുന്നത് കളലക്ഷണം. ഇപ്പോഴത്തെ അനുഭവം ഉണ്ടോ? ആ ധ്യാനം കൂടി ഇറങ്ങിയ അനുഭവം ഉണ്ടോ? ഇല്ല. ഇതാണ് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം. നിനക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടാൻ കോട്ടയിലാണ്. കോട്ടയിൽ പോയിട്ട് വന്ന് എന്താ 2 മണിക്കാണ് പാട്ടും ബഹളവും കയ്യടിയും സ്തുതിപ്പും വചനം വായിക്കും, സംഗീതം വായിക്കും. എത്ര നാളത്തേക്ക് ഉണ്ടായിരുന്നു അറിയാം? 10 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ 2 മണിക്കൊന്നും എനിക്കില്ല. പിന്നെ 3 3:30 4 5 5:30 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെന്താ പറയുന്നത്? നീ എന്നെ അനുഭവിച്ചറിഞ്ഞ നിന്റെ ജീവിതത്തിലെ ആദ്യ നിമിഷങ്ങൾ, അതെന്തുകൊണ്ട് അത് നിനക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല? ഇവിടെയാണ് പ്രശ്നം. അപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാൽ 6-ാമത്തെ വചനം, എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്, നിക്കോളോസ് പക്ഷക്കാരുടെ അവ ഞാനും വെറുക്കുന്നു. ചെവിയുള്ള കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ അവധിയിലും ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിക്കോളാസ് പക്ഷക്കാരെന്ന് പറയുമ്പോ അവര് ചില അബദ്ധ സിദ്ധാന്തങ്ങൾ മനസ്സിലായില്ല. ചില ധാർമ്മിക തലത്തിലുള്ള അമിത സ്വാതന്ത്ര്യവും
അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നവരാണ്. അപ്പോ ഒരു ഭാഗത്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറുഭാഗത്ത് അമിത സ്വാതന്ത്ര്യത്തിലേക്ക് പോയിട്ട് അബദ്ധ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം ഉറപ്പിച്ച് അതും കൂടെ കൂട്ടിക്കലർത്തി എന്ത് ചെയ്യുന്നു? നമ്മൾ മായം ചേർക്കുന്നത് വെള്ളത്തില്, അല്ലെങ്കിൽ വെള്ളം ചേർത്ത്, മധുരത്തിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത് എന്നൊക്കെ പറയും. അതുപോലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് കൂടെ നീ കൂടിയില്ല. അങ്ങനെ ഒരു ഗുണം നിനക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, നീ വിജയം വരിച്ച് എന്റെ സന്നിധിയിലേക്ക് വന്നാൽ എന്താ പറയുന്നത്? പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. എന്നാൽ പറുദീസായിലുള്ള ജീവവൃക്ഷം അത് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 32-ന്റെ 9-16 വായിച്ച്. ഉൽപ്പത്തി 2-ന്റെ 9-16. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. എന്താ ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടിരുന്ന 2-ന്റെ 6 എന്താണ് കണ്ടത്? കേട്ടോ, ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വായിക്കാം. കാഴ്ചയും കൗതുകവും ഭക്ഷിക്കാൻ സാധുവുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. ഇനി 16-ാം വാക്യം. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം പഠിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ഹല്ലേലൂയ. അവര് മരിച്ചോ? അവര് തിന്നു. മരിച്ചോ? മരിച്ചു. ശരീരത്തിന് വേദന നടന്നില്ല, പക്ഷേ അവരുടെ ആത്മാവിൽ ദൈവീക ജീവൻ അവരിൽ നിന്ന് വിട്ടുപോയി. ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ. അതാണ് കണ്ടോ പറയുകയാണ്. ഇതാ ചെവിയുള്ളവൻ കേട്ടുകൊള്ളുക. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. ഹല്ലേലൂയ. ജീവവൃക്ഷം ആരാണ്? ജീവവൃക്ഷം? നന്മ തിന്മകളെ വിവേചിച്ചറിയുന്ന നന്മ അല്ലേ? ഒരുവൻ വന്ന യേശുവിന്റെ മുമ്പിൽ നല്ലവനായ ഗുരു. ആരാ ഈ നന്മയുടെ വൃക്ഷം? അത് യേശു കർത്താവാണ്. മനസ്സിലായോ? യേശുവാണ് ആ നന്മയുടെ വൃക്ഷം. ഇവിടെ പറയുക, ആ വൃക്ഷത്തില് നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. എന്താ ഇതിന്റെ അർത്ഥം? വിജയം വരിക്കുന്നവന് നിത്യജീവൻ ഞാൻ കൊടുക്കും. ഇതിന്റെ അർത്ഥം നിത്യജീവൻ ഞാൻ കൊടുക്കും. ആർക്കാ കൊടുക്കുന്നത്? വിജയം വരിക്കുന്നവന് നിത്യജീവൻ ഞാൻ കൊടുക്കും. വിജയം വരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നിനക്കുണ്ടായിരുന്ന ആ പ്രവൃത്തികൾ നീ ചെയ്യുക. ഏത് പ്രവൃത്തി? ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന അല്ലേ പാലിക്കുക അല്ലേ? യോഹന്നാൻ 14:15 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുമ്പോ അവിടുത്തെ വചനത്തിൽ ജീവിക്കുക എന്നാണ്. യേശുവിന്റെ വചനത്തിൽ ജീവിക്കുക എന്നാണ്. അങ്ങനെ വചനത്തിൽ ജീവിക്കുന്നവൻ ഞാൻ എന്ത് കൊടുക്കും?
എന്ത് കൊടുക്കും? ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എന്താ? നിത്യജീവനാണ് അല്ലേ? നിത്യതയിലേക്ക് അവനെ കൊണ്ടുപോകും. നിത്യജീവൻ അവൻ സ്വന്തമാക്കും. അപ്പൊ വചനമനുസരിച്ച് വചനം പാലിച്ച് ജീവിക്കുന്നവന് അഥവാ വിജയം വഹിക്കുന്നവന് അവൻ അധികാരം കൊടുക്കുന്നുണ്ട്. അധികാരം കൊടുക്കുന്നുണ്ട് വിജയം വഹിക്കുന്നവന്. നമുക്ക് കർത്താവ് ഒരു പ്രഭു രാജ്യത്വം പ്രാപിക്കുന്നതിന് വേണ്ടി ദൂരദേശത്തേക്ക് ഈശോ വളരെ ആലങ്കാരികമായി മനോഹരമായി സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണ്. ഒരു പ്രഭു രാജ്യത്വം പ്രാപിക്കാനായിട്ട് ദൂരദേശത്തേക്ക് പോയി. ആരാണ് ഈ പ്രഭു? ആരാ? ഹിന്ദിയില് അല്ലേ പറയുന്നത്? പ്രഭു എന്നാ പറയുന്നത് യേശുവിനല്ലേ? യേശു പ്രഭു. ഒരു പ്രഭു യേശു രാജ്യത്വം പ്രാപിക്കാൻ ഇങ്ങോട്ട് പോയി പിതാവിന്റെ സന്നദ്ധിയിലേക്ക് അവൻ കടന്നുപോയിരിക്കുകയാണ് അല്ലേ? ഇന്ന് യേശു ഭൂമിയിലുണ്ടോ? യേശുവിന്റെ സാന്നിധ്യമുണ്ട് അല്ലേ? പ്രസൻസുണ്ട്. പക്ഷേ യേശു ശരീരത്തിൽ എവിടെ? പിതാവിനോട് കൂടെ ആണ്. പിതാവിനോട് കൂടെയാണ്. അവൻ ആത്മാവിന്റെ തലത്തിലേക്ക് ഉദ്ധിതനായി എന്ന് പറയുമ്പോ അവന് ശരീരവുമുണ്ട്. രൂപാന്തരപ്പെട്ട ശരീരം. ആ ശരീരം എവിടെയും എപ്പോഴും കടന്നു ചെല്ലാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അടച്ചിട്ടിരുന്ന മുറിയിലേക്ക് യേശു കടന്നു വന്നത്. കാണാൻ പറ്റുന്ന ശരീരമുണ്ട് അല്ലേ? കാണാൻ പറ്റുന്ന ശരീരമുണ്ട്. അവൻ മീൻ വറുത്തത് ഭക്ഷിച്ചു അപ്പോസ്തലന്മാരുടെ മുമ്പിൽ. അപ്പൊ നമ്മുടെ നഗ്ന നേത്രങ്ങളോട് കാണാൻ പറ്റും. അതേ സമയം തന്നെ അവന് അരൂപിയിൽ വരാൻ പറ്റും. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ആ കർത്താവ് രാജ്യത്വം സ്വീകരിച്ച് കടന്നു വരുന്നതാണ് യേശുവിന്റെ രണ്ടാം വരവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ രണ്ടാം വരവ്. ആ വരവില് അവൻ നമ്മളെ എന്ത് ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയിരിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ഇപ്പൊ യേശുവിനെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഏൽപ്പിച്ചിട്ടുണ്ടോ? നിനക്കിരിക്കട്ടെ 10 താലന്ത്, ഞാൻ വരുമ്പോഴത്തേനും നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇത് ഉപമയാണ്. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആത്മാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എത്ര ആത്മാവിനെ ഞാൻ നേടി? 10 താലന്ത് അല്ലേ? 10 താലന്ത് കൊടുത്തു. 10 കൂടി നേടി. 10 കൂടി നേടി. ഞാൻ എത്ര ആത്മാവിനെ, ഞാൻ എത്ര വ്യക്തികൾ യേശുവിന് വേണ്ടി നേടി. എത്ര മക്കളോട് കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു, കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എത്ര പേരോട്, ഒരു മാസത്തിൽ എത്ര പേരോട് യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു? ദിവസത്തിൽ എത്ര പേരോട് ചോദിക്കില്ല. മാസത്തിൽ എത്ര പേരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു? അല്ലേ? നമുക്ക് പറയാം, അവര് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, നമുക്ക് പറയാം. എന്താ പറയാ? അവരെന്നാ പറയുന്നത്? അവരോട് യേശുവില് വിശ്വസിക്കുന്നതാണ് പറയുന്നത്. എടി മോളെ, എനിക്കെത്രടി മോളെ, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. യേശു യേശുവിന് മതമില്ല. യേശുവിന് മതമല്ല വേണ്ടത്, മനുഷ്യനെയാണ് വേണ്ടത്, ആത്മാക്കളെയാണ് വേണ്ടത്. അതുകൊണ്ട് നീ കേവലം ഇങ്ങനെ ഫിസിക്കൽ ബോഡി ഇരിക്കുന്ന വ്യക്തി മാത്രമല്ല, നിന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആത്മാവിന് വസിക്കാൻ വേണ്ടിയാണ് നിനക്ക് ശരീരം ദൈവം തന്നിരിക്കുന്ന ഒറ്റ ദൈവമുള്ളൂ. അപ്പൊ ആത്മാവിന് വസിക്കാൻ ഒരു ശരീരം ചെന്നപ്പോ ആ ശരീരത്തെ ദുർവിനിയോഗം ചെയ്ത് അകത്യങ്ങൾ ചെയ്ത് മലിനമാക്കിയപ്പോ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോ, കാരണം എന്താ?
ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. എല്ലാവരും കേൾക്കണേ, എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൊച്ചുകൊണ്ട് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ആ ആലയം നമ്മൾ നശിപ്പിച്ചപ്പോൾ, പാപം മൂലം, അകത്യം മൂലം, ചിന്തകൾ മൂലം നശിപ്പിച്ചപ്പോൾ, ഇതാ ദൈവം മനോഹരമായൊരു പദ്ധതി ഒരുക്കുന്നു. കാരണം എന്താ? പാപത്തിന് പരിഹാരം ബലിയാണ്. പാപം പരിഹാരം ബലി പഴനിയമത്തില് അല്ലേ? ആയിരക്കണക്കിന് മൃഗങ്ങളെ വെട്ടിക്കൊന്ന് ചോര വഴിവഴുക്കി പാപപരിഹാര ബലി നടത്തിയിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെട്ടില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ തന്നെ അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കും, ഞാൻ തന്നെ അവരെ പോലെ ഒരുവനാകും, എനിക്കായി ആര് പോകും, എനിക്കായി ആര് പോകും? ഉടനെ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, അപ്പാ ഞാൻ പോകാം ഭൂമിയിലേക്ക്, എന്നെ അയച്ചാലും. അങ്ങനെ പുത്രൻ തമ്പുരാൻ കന്യകയിലൂടെ ഭൂജാതനായി ഒരു മനുഷ്യ ശിശുവായി പിറന്നു. ലോകത്തിന്റെ പാപങ്ങൾ ശരീരത്തിലേക്ക് ഏറ്റെടുത്തിട്ട് മാനവകുലത്തിന് മുഴുവനും വേണ്ടി ഒരു യാഗബലിയായി തീർന്നു. മാനവകുലത്തെ മുഴുവനും രക്ഷിച്ചു. ക്രിസ്ത്യാനികളെ മാത്രമാണോ? യഹൂദരെ മാത്രമാണോ? അല്ലേ, അല്ല. മാനവകുലത്തെ മുഴുവനും രക്ഷിച്ചു. ഇതാണ് രക്ഷാകര പദ്ധതി. അതുകൊണ്ടാണ് യേശു നമ്മള് പറയുക, യേശു ഏകരക്ഷകൻ എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും, അതാണ് പോയത്, നിനക്ക് മാത്രമല്ല, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുക. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്. നീ ഒന്ന് പരീക്ഷ നോക്കിയോ? ഈ യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടുമോ ഇല്ലയോ? നിന്റെ പ്രശ്നത്തിൽ ഇടപെടുമോ ഇല്ലയോ? ഇത് പരീക്ഷ നോക്കുക. ശക്തമാണ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റു സംഭവിക്കും, യേശു ആ വ്യക്തിയുടെ ജീവിതത്തിന് ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടപെട്ടിരിക്കും. ആ കുഞ്ഞിന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് യേശുവിൽ വിശ്വസിക്കാനുള്ള അടയാളങ്ങളോ അത്ഭുതങ്ങളോ ബോധ്യങ്ങളോ ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെയും ആ കുടുംബത്തെയും ഒക്കെ രക്ഷയിലേക്ക്, അങ്ങനെയാണ് ഈ അക്രൈസ്തവർ മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ ദൗത്യം നമുക്കുണ്ടോ? നമ്മൾ പറഞ്ഞത് എന്താണ്? കർത്താവ് നമ്മളെ എന്തിനാണോ പോയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുക്കുന്നേ ആ 10 നാണയത്തിന്റെ ഉപമ ഇവിടെ എടുക്കുന്ന ലൂക്ക 19 ലൂക്ക 19 അത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. ലൂക്ക 19 എന്താണ്? ലൂക്ക 19 വായിച്ചേ. 19 അവർ കേൾക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവർ ജെറുസലേമിന്റെ സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. ഇനി അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുക. എവിടെയാണ് വായിച്ചത്? 19 ലൂക്ക 19 11 മുതലാണ് വായിച്ചത്. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ത് കേട്ടുകൊണ്ടിരുന്നു? അഞ്ചി എന്താ കേട്ടുകൊണ്ടിരുന്നേ? എന്താ കേട്ടുകൊണ്ടിരുന്നേ? യേശുവിനെ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് കേട്ടുകൊണ്ടിരുന്നത്? എന്താ
താൻ കേട്ടുകൊണ്ടിരുന്നേ കണ്ടോ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ. അതായത് അവര് കേട്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നു. എന്താണ് 19-ാം അധ്യായം? എന്താണ്? സക്കേവൂസിന്റെ ഭവനത്തില് യേശു വചനം പ്രഘോഷിക്കുകയാണ്. സക്കേവൂസിന്റെ ഭവനത്തില് കണ്ട കാര്യങ്ങള്, സക്കേവൂസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള്, അത് കണ്ട് യേശു സക്കേവൂസിന്റെ ഭവനത്തോട് പറയുന്നത്, ഈ സക്കേവൂസിനോട് പറയുന്നത് ഇത് അവര് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? യേശു അവിടെ എന്തെങ്കിലും പ്രഘോഷിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല, അല്ലേ? കാണുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സക്കേവൂസ് പല പ്രാവശ്യമായിട്ട് ഒളിഞ്ഞും എറിഞ്ഞും പറ്റി നിന്നുമൊക്കെ യേശുവിനെ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? പക്ഷെ ശരിക്കും കണ്ടിട്ടില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കിട്ടിയാണ് നമ്മളെ അന്തന്റെ കണ്ണു തുറന്നു, കുഷ്ഠരോഗി സുഖപ്പെടുത്തി, കേൾവി കൊടുത്തു, കൊലപാതകരോഗിയെ എഴുതിപ്പിച്ച് നടത്തി. ഇതൊക്കെ ഇവ കേട്ടിട്ടുണ്ട്. തന്റെ പിന്നേക്കാരി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആകാംക്ഷ വന്നു സക്കേവൂസിന്. അപ്പോഴാണ് ഈ ഒച്ചപ്പാടും ആരവവും കേട്ട് യേശുവാണ് വരുന്നത് ഓടിപ്പോയി അവിടെ കയറി മരത്തിന്റെ മുകളിൽ കയറി അള്ളിപ്പിടിച്ചിരുന്നു. യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ അവന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ഈ മനുഷ്യനെ ഒന്ന് കാണണം, ഇവൻ ദൈവപുത്രനാണ്, മിശിഹായാണ്, അങ്ങനെയുള്ളതൊന്നും ആ ചിന്തയൊന്നും സക്കേവൂസിന് ഇല്ല, അതൊക്കെ അറിയുമില്ല. എന്നാൽ ഈ മനുഷ്യൻ മാനുഷികമായ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ദിവ്യത്വമുള്ള മനുഷ്യനാണ്. ഒരുപക്ഷെ ഈ മനുഷ്യൻ ദൈവത്തിലുള്ള ഒരു പ്രവാചകൻ ആയിരിക്കാം. കാരണം കേട്ടിട്ടുണ്ട് പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആകാംക്ഷ കൊണ്ടിട്ടാണ് ഈ മനുഷ്യനൊന്ന് കാണണം മരത്തിന്റെ മുകളിൽ കയറിയത്. ആ മരത്തിന്റെ മുകളിൽ കൃത്യം എത്ര നോക്കിയേ, ഇത് കാക്കനകത്ത് കാണിച്ചിരിക്കുന്നു. മറ്റേ മുകളിലേക്ക് നോക്കാൻ ആ മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? ആ പ്രദേശത്ത് അവിടെയാണ് ജ്ഞാനം. കണ്ടോ, ജ്ഞാനത്തിന്റെ പരമാണ്. ജ്ഞാനമേശു. ആരാണ് യേശു? ജ്ഞാനമാണ് യേശു. അതിൽ നടന്നു പോകുമ്പോൾ തന്നെ അനന്ത ജ്ഞാനത്താൽ ഇതവൻ ഗ്രഹിക്കുകയാണ്, ഒരുവൻ എന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ സഖായേ, നീ വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹൃദയകവാടത്തിൽ ഞാൻ മുട്ടുന്നുണ്ട്. നീ എനിക്ക് തുറന്നു തന്നാൽ ഞാൻ ഉള്ളിലേക്ക് വരും, നിന്നോടുകൂടെ വസിക്കണം. ഒരുപാട് 3:20 കാണുന്നില്ലേ? ഇവിടെ യേശു പറയാൻ സഖായി, ഇന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ എനിക്ക് വസിക്കണം. കണ്ടോ, ഒരൊറ്റ ആഗ്രഹം, തീക്ഷണമായ ആഗ്രഹം. അവിടെ യേശു കടന്നു ചെല്ലുമ്പോ സക്കേവൂസിനെ അവിടെ പിന്നെ വചനമൊന്നും പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കേട്ടോ, എല്ലാവരും പറഞ്ഞു ഇത് ഭാവിയുടെ വീട്ടിൽ അതിഥിയായി ഭാവിയുടെ വീട്ടിൽ അതിലെ താമസിക്കുന്നല്ലോ. സക്കേവൂസ് എന്ത് ചെയ്യുന്നു? ഇത് കേട്ടപ്പോൾ ഏത് കേട്ടപ്പോൾ? അതല്ല, സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രഖ്യാപനമാണ്. എന്ത്? കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ നേതൃക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാനായിട്ട് എന്താ ഉള്ളത്? കർത്താവേ, ഇതാ എന്റെ സമയത്തിന്റെ പകുതി ഞാനിതാ നിനക്ക് വേണ്ടി കൊടുക്കുന്നു. കർത്താവേ, സുവിശേഷത്തെ പ്രതി എന്റെ സമ്പത്തിന്റെ പകുതി ഇതാ നിനക്ക് ഞാൻ തരുന്നു. ഹല്ലേലൂയ. എന്റെ സമയത്തിന്റെ, എന്റെ സമ്പത്തിന്റെ, എന്റെ സൗകര്യങ്ങളുടെ ഇതാ
ഞാൻ ഒരംശം മാറ്റിവെക്കുന്നു, പകുതി തന്നെ മാറ്റിവെക്കുന്നു. ഇതാണ് ദിവസം പറഞ്ഞത്. ഇത് പറയാൻ വെറുതെ ഒന്നും പറയാൻ പറ്റത്തില്ല. സജോസിന് പറ്റുമോ? മാനസാന്തരത്തിന് യോജിച്ച ഫലം അണലി സന്തതികളെ, മാനസാന്തരത്തിന് യോജിച്ച ഫലം ഉറപ്പെടുവിക്ക്. മോങ്ങിക്കൊണ്ട് എന്റെ പുറകെ വന്നിട്ട് കാര്യമില്ല എന്ന് സ്നാമയോഗം ഞാൻ വിളിച്ചു പറഞ്ഞു. മാനസാന്തരത്തിന് യോജിച്ച ഫലം ഉറപ്പെടുവിക്ക്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നെ തന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. നിനക്ക് വലുത് നിത്യജീവനാണോ? നിനക്ക് വലുത് ഞാനാണോ? അതിന്റെ സമ്പത്താണോ? നിനക്ക് വലുത് ഞാനാണോ? നിന്റെ സമയമാണോ? നിനക്ക് വലുത് നിന്റെ കുടുംബ സ്വത്താണോ? കുടുംബ പാരമ്പര്യമാണോ? നിനക്ക് വലുത് നിന്റെ അപ്പനാണോ? നിന്റെ അമ്മയാണോ? നിനക്ക് വലുത് നിന്റെ മക്കളാണോ? നിനക്ക് വലുത് ഞാനാണോ? നിന്റെ ഭാര്യയാണോ? നിനക്ക് വലുത് ഞാനാണോ? നിന്റെ ഭർത്താവാണോ? കർത്താവെന്ന് ചോദിക്കുക. സക്കേവൂസ് ഇതാ അതുവരെ, ആ നിമിഷം വരെ എനിക്ക് വലുത് എന്റെ സമ്പത്താണ്, എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊന്നിട്ടായും വേണ്ടില്ല, പിടിച്ചു പറിച്ചിട്ടായും വേണ്ടില്ല, ഇല്ലേ? റോമാ ഗവൺമെന്റിന് വേണ്ടി യഹൂദരെ പിടിച്ചു നിർത്തി, കുത്തിന് പിടിച്ചു നിർത്തി അർഹിക്കുന്നതിനും കൂടുതൽ പിടിച്ചു വാങ്ങിക്കൊണ്ടിരുന്നവനാണ് ഈ സക്കേവൂസ്. ആള് പൊക്കത്തി കുറവായിരുന്നെങ്കിലും ബുദ്ധിയില്ലാതെ കേവലായിരുന്നു. അങ്ങനെ കുമിഞ്ഞു കൂടി സമ്പത്ത് കണ്ടോ. ഈ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി കർത്താവേ, ഇത് വെറുതെയൊന്നും ഒരു മനുഷ്യൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുന്നവൻ കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? ഒരു വേദനയുണ്ടാവും, അല്ലേ? നമ്മുടെ ധ്യാനം ധ്യാനം നടത്തുന്ന മെയിൻ നോക്കി നമുക്ക് ജോലിപ്പെടുത്തണം. നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരുന്നു. അവർ 2 സിനിമ പിടിച്ചു, അല്ലേ? സിനിമ പിടിച്ചിട്ട് സിനിമ ഓടിയില്ല, പൊട്ടിപ്പണിട്ടായി. കാരണം എന്താ? ഇത് കർത്താവിന്റെ സിനിമയാണ്. ഇതാർക്കും ലോകത്തിന് വേണ്ട. 1 കോടി രൂപ നഷ്ടം വന്നു. ആ 1 കോടി രൂപയും ഒരു മനുഷ്യൻ ഏറ്റെടുത്തു. ആ 1 കോടി രൂപ ആ മനുഷ്യൻ കൊടുത്തുകൊണ്ടാണ് നഷ്ടം നികത്തി. ഹല്ലേലൂയ. അവൻ ദൈവരാജ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. 1000 വർഷത്തെ ഭരണത്തിലേക്ക് യേശു കർത്താവ് രാജാതിരാജനായി വന്ന് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. 1000 വർഷത്തേക്ക് ആ ഭരണത്തിലേക്ക് ഈ മനുഷ്യൻ, ഇതാ ആ മനുഷ്യന് എൻട്രി ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 50 ലക്ഷം ഒന്നുമില്ല, 1 കോടി രൂപ കൊടുത്തുകൊണ്ട്. അത് വേണ്ട, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ പൈസ എങ്ങനെ തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. അത് ഞാൻ വീട്ടി കഴിഞ്ഞു, ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ആർക്ക് കൊടുത്തു? ദൈവനാമത്തെ പ്രതി കർത്താവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്താൻ വേണ്ടി 2 സിനിമ ചെയ്തു. ഹി വിൽ കം അഗൈൻ. അവൻ വീണ്ടും വരും രാജാതിരാജനായി വാനമേഘങ്ങളിൽ. സർവ ഗോത്രങ്ങളും അവനെ കാണും. അവിടെ അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും ലോകത്തിലുള്ള സർവ മക്കളും അവനെ കാണും. ഹല്ലേലൂയ. കുത്തി മുറിവേൽപ്പിച്ചവർ ആരാ? അതിൽ ചുക്കാൻ പിടിച്ച യഹൂദര, പ്രധാന പുരോഹിതന്മാരാ, നിയമജ്ഞര. അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ, അല്ലേ? അവിടെ കിടപ്പുണ്ട്. വെളിവാർത്ത പുസ്തകം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ടത്. അവനെ കാണും, എല്ലാവരും അവനെ കാണും. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ അവൻ വരുമ്പോ എത്ര പേർക്ക് അതിനകത്ത് എൻട്രി കിട്ടും? എത്ര പേർക്ക്? ഇതാ 10 നഗരത്തിന്റെ മേൽ നിനക്ക് ഞാൻ അധികാരം, അല്ലേ? 10 താലന്ത് കൊടുത്തവനെ അവനെ വിളിച്ചു. നമുക്ക് യജമാനെ, നീ എനിക്ക് 10 തന്നത്,
ഇതാ 10 കോടി ഞാൻ നേടിയിരിക്കുന്നു. എന്താ യജമാനൻ പറഞ്ഞേ? അല്ലേ? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരി. 17 വാക്യമാണ്. 19 ലൂക്ക 19 17. നല്ലവനായ കൃത്യം ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് രാജാവായി ഭൂമി ഭരിക്കുമ്പോൾ ആ ഭരണത്തിന് കീഴിൽ എനിക്കൊരു അധികാരം ദൈവം നൽകുകയില്ല. നമുക്ക് കിട്ടുമോ? നമുക്ക് കിട്ടുമോ? നമ്മൾ എന്ത് നേടി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയൊരു കാര്യം ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ദശാംശം കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട് അടുത്ത മാസം. ഗുജറാത്തിലേക്കാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദശാംശമൊക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കണം. മനസ്സിലായോ? കാരണം എന്താ? എന്റെ പ്രിയൻ വാനിൽ വരാതാ, കാഹളം നിന്നോനിക്കേൽക്കാനി മുഴങ്ങും തുതരാത്തു പാടിയും ഞാനും ചേർന്നു പാടും തൂതർ മധ്യത്തിൽ. അവൻ വാനിൽ വരാറായി. എനിക്ക് ഭയങ്കര ത്രില്ലടിക്കുക. അവൻ വരാറായി. അവനോട് കൂടെ ചേർക്കപ്പെടാൻ, ചേർന്ന് നിൽക്കാൻ. അതിനു മുമ്പ് അവന് വേണ്ടി പോയി മരിക്കണം. അവന് വേണ്ടി പോയി അവന്റെ വചനത്തെ പ്രതി മരിക്കണം. അത് ഏറ്റവും നല്ല സ്ഥലം എവിടെയാ? അത് നോർത്ത് ഇന്ത്യ ഏറ്റവും നല്ല സ്ഥലം. BJP-കാരുടെ RSS-കാരുടെ ഇടയില് ഇവനിൽ വിശ്വസിക്കണം. ഇവനാണ് ദൈവം, ഇവനാണ് സത്യദൈവവും നിത്യജീവനും. നിനക്കൊരു മരണാനന്തര ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ തിന്നു കുടിച്ച് കെട്ടുപോകേണ്ടവനല്ല നീ എന്ന് പറയാൻ എവിടെ പോണം? ഇവിടെ ഇങ്ങനെ കേട്ടവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, ബിജു കേട്ടവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് സേഫ് സോണാണ്. ഇതിന്റെ മതിൽ തകർത്ത് പുറത്തേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. നീ എന്തിനാണ് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? പറയാതിൽ നിന്റെ ജീവിതത്തിനോ, നിന്റെ വസ്തുവകൾക്കോ, നിന്റെ ഭാര്യയ്ക്കോ, നിന്റെ മക്കൾക്കോ? എന്തിനാ? കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് ലൂക്ക 18 അല്ലേ? ലൂക്ക 18:28. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും കണ്ടോ? ഇതൊക്കെ കൂടെ ഉപേക്ഷിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ, മരണമില്ലാത്ത അവസ്ഥ, നിത്യജീവൻ. ഇത് വേണോ? നീ കെട്ടുപൊട്ടിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കർത്താവ് ശക്തമായിട്ട് കൊണ്ട് മോനെ ഈ സുഖിപ്പിക്കുന്ന സുവിശേഷം ഇനി നീ പറയണ്ട. വെറുതെ 5 ദിവസം പഠിപ്പിക്കുന്ന നടത്തുന്നത്. സുഖിപ്പിക്കുന്ന സുവിശേഷം വേണ്ട. അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. അതിന്റെ കാലം കഴിഞ്ഞു. എന്റെ വരവിനെ കുറിച്ച് പറയാം, നിത്യജീവനെ കുറിച്ച് പറയാം, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാം. അതിന് ഞാൻ എന്ത് ചെയ്യും? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ. ഹല്ലേലൂയ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ തലങ്ങളാണ്. സൗദി അറേബ്യയിലായിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ, ഈ രാജ്യത്ത് നിനക്ക് വേണ്ടി രക്തസാക്ഷിയായിരുന്നെങ്കിലെന്ന്. നടന്നില്ല, അവിടുന്ന് വിളിച്ചു. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചു കൊണ്ട് ഹല്ലേലൂയ.
ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്നുമല്ലാതാക്കി തീർക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു ബലിയാക്കി മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചു കഴിഞ്ഞു, നോർത്ത് ഇന്ത്യക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും എന്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്, എവിടെ മരിക്കുന്നു അവിടെ അടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഇനി ഈ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറഞ്ഞു. കാരണം നമുക്കറിയാൻ പറ്റില്ല, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനോടെയാണോ അല്ലാതെയാണോ ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും പ്രശ്നമുള്ള സ്ഥലമാണ്. പക്ഷേ കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി നമ്മൾ ഭയപ്പെടരുത്. ഈശോ പറഞ്ഞിന്റെ ശരീരത്തെ ശരീരത്തെ കൊല്ലാൻ പിന്നെ ആരെ ഭയപ്പെടണം? ശരീരത്തെ കൊല്ലാൻ കഴിവുള്ളവരെ നിങ്ങൾ ഭയപ്പെടണ്ട. പിന്നെ ആരെ ഭയപ്പെടണം? ഇതിനെ ഒരുമിച്ച് നരകത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്നവരെ ഭയപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടെന്ന് ഞാൻ കൂടെ അല്ലേ. എല്ലാവർക്കും തന്നെ പേടിയ പേടി പേടി. അയ്യോ അക്ഷരയില്ല സംസാരിക്കാൻ, ഇവിടെ സംസാരിക്കും. ഒന്നും അറിയണ്ട അല്ലേ, ഒന്നും അറിയണ്ട അല്ലേ. ലൂക്ക 12:12 ലൂക്ക 12:12 വചനം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് നിന്റെ നാവിൽ പരിശുദ്ധാത്മാവ് ഇട്ട് തരും. ഹല്ലേലൂയ. നിന്റെ നാവിലിട്ട് തരും. അയ്യോ എനിക്കറിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് സ്തുതിക്കാൻ അറിയില്ല, എനിക്ക് നിന്റെ നാവിൽ പരിശുദ്ധാത്മാവ് ഇട്ടുതരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? എന്നിട്ട് എന്താ അവസാനോട് സംഭവിക്കുന്നത്? യേശു അവനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? സക്കായിയോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കും. മാനസാന്തരത്തിന് യോജിച്ച ഫലം അവൻ പുറപ്പെടുവിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവന്റെ സർവ്വസമ്പത്തോടെ അവന്റെ ബാങ്ക് ബാലൻസ് 0 പകുതി അവന്റെ എതിർക്ക് വിട്ടുകൊടുത്തു? പിന്നെ എന്നാ പറയുന്നത്? ആരുടെങ്കിലും കൊണ്ടല്ലോ കുത്തിനെ പിടിച്ചു നിർത്തിയിട്ടാണ് മേടിച്ചതേ. വഞ്ചിച്ചിട്ടുണ്ട്. അതിന്റെ എത്ര ഇരട്ടിയാണ്? പിന്നെ അവന്റെ അക്കൗണ്ടിൽ എന്തുണ്ടാവും ബാലൻസ്? അവിടെ 0 ബാലൻസ് വന്നപ്പോഴാണ് ഈശോയുടെ മക്കളെ, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കണ്ടുവെക്കരുത്, അത് തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കും. ഭൂമിയിലെ മുഴുവൻ നിക്ഷേപങ്ങളും അവനെന്ത് ചെയ്തു? എന്ത് ചെയ്തേ? എന്താ ചെയ്തേ? ആക്സിസ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്ത് സംഭവിച്ചത്? ഇവിടെ മിസ്സിസ് സക്കേവസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ വിചാരിക്കുന്നു അടുക്കളയുടെ മറഞ്ഞിരുന്നിട്ട് അവൾ ഒടുക്കത്തെ ബ്രാഗ്. ഈ മനുഷ്യന് എന്റെ ദൈവമേ, രാവിലെ അവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഈ കുള്ളനായ വ്യക്തികളെ വിശ്വസിക്കരുതെന്ന് എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ അശ്രാർത്ഥത്തിലത് സംഭവിച്ചു. ഈ എന്റെ മക്കൾക്ക് എന്തുണ്ട്, എനിക്കെന്തുണ്ട്? ഈ മനുഷ്യനോട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അവിടെ ഈശോ പറഞ്ഞു, മോനെ സക്കായി, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നതാ. നീ അന്യനടാ, നീയും അബ്രാഹത്തിന്റെ പുത്രനാണ്. നീ നഷ്ടപ്പെട്ടവനായിരുന്നു, കണ്ടെത്തിയിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ കണ്ടെത്തി, നിന്നെ ഞാൻ രക്ഷിച്ചു.
ഹല്ലേലൂയ. യേശു താഴെ നിന്നുകൊണ്ട് കണ്ടെത്തി, നിന്നെ ഞാൻ കണ്ടെത്തി, ഇതർത്ഥം നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വന്നവരൊക്കെ വായിൽ വെള്ളം കുടിച്ചു. കാരണം എന്താ? ഇവൻ പാവിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നു. അവസാനം എന്താ സംഭവിച്ചത്? ഭാവി ഇതാ വിശുദ്ധനായി മാറുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, കരുണ എന്നൊക്കെ പറയുന്നത്. ഭാവിയെ വിശുദ്ധനാക്കുക. കേട്ടോ, ഭാവിയെ വിശുദ്ധനാക്കുക. വിവിധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകുക, മേലിൽ മേലിൽ ഇത് ചെയ്യരുത്, പാപം ചെയ്യരുത്. ഭാവിയെ വിശുദ്ധയും വിശുദ്ധനുമാക്കുന്ന നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും പോയി സക്കേവൂസിനെ പോലെ ചെയ്യുക. അതാണ് എന്റെ കർത്താവിനോട് പറയുന്നത്. നീയും പോയി സക്കേവൂസിനെ പോലെ ചെയ്യുക. അപ്പോ ഇതാ നിനക്ക് 5 നഗരത്തിന്റെ 10 നഗരത്തിന്റെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയൊക്കെ അധികാരിയായി. പക്ഷേ ബിജുമോനെ മാറിയേക്കാം, പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? മാറിയേക്കാം, അധികാരം ലഭിച്ചേക്കാം. ഒരു ദേശത്തിന്റെ ആത്മീയ നേതൃത്വം നീ ഏറ്റെടുക്കടാ എന്ന് കർത്താവ് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതാ ഇവിടെ പറയുന്നത്, ഇതാണ് ഇവിടെ പറയുന്നത്. കേട്ടോ, ഇത് തമാശയല്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. അവൻ വരാറായി. ഇനി കുഞ്ഞുമക്കളെ നമ്മൾക്ക് ഒന്നിനെ കുറിച്ചോ ആഗ്രഹപ്പെട്ടു കൊണ്ടുപോകണ്ട. ലോകത്തെക്കുറിച്ചോ ലോകത്തിലുള്ള വസ്തുക്കളെക്കുറിച്ചോ ഏതെങ്കിലും ഭൗതിക ആഗ്രഹങ്ങൾ ഓടുവോ, അത് വേണം ഇത് വേണം അതില്ല ഇതില്ല അങ്ങനെയുള്ള പണ്ടത്തോൽക്കും പരാതി ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവന് ഫലമേൽപ്പിക്കുക. അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓക്കെ, അങ്ങനെ മാനസാന്തരപ്പെട്ടതുപോലെ നമ്മൾ മാനസാന്തരപ്പെട്ട് അവന്റെ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും രാജ്യം ഫലമേൽപ്പിക്കുക. കർത്താവ് വിജയം വരിക്കുന്നവന് എന്ത് ചെയ്യുന്നവന് പർദീസായുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. ഹല്ലേലൂയ.